ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലിൽ കയറി നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെല്ലാം ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലോട്ടാണ് ഇപ്പം പോകുന്നുള്ളത്. ഇപ്പോൾ റോഡെല്ലാം പുതുക്കി പണിഞ്ഞുകൊണ്ട് ട്രാഫിക്കൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് പോയിട്ട് വരാനെല്ലാം പറ്റുന്നുണ്ടല്ലേ. അല്ലെങ്കിൽ ഒരേ ബ്ലോക്കും കാര്യങ്ങളായിട്ട് സമയത്തിന് എത്താനും പറ്റുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതാ പതിവ് പോലെ ജ്യൂസെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അവിടെ ഫുഡെല്ലാം പ്രിപ്പയർ ആക്കുന്നുണ്ടായിനി. ഇപ്പം പകുതിയോളം ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിനി. പിന്നെ ബാക്കി വന്ന് എല്ലാം വീഡിയോസ് ഇങ്ങനെ എടുത്ത് പിന്നെ അതായത് കൽമാസും ബിരിയാണിയും ചെമ്മീൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ബിരിയാണീൻ്റെ ചെമ്മീൻ മസാല കേട്ടോ. അപ്പോൾ ഈ മസാല പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ചിക്കൻ പൊരിച്ചത് മസ്റ്റാണല്ലോ നമുക്ക്. അങ്ങനെ അപ്പോൾ അതാ നമുക്ക് ഉച്ചയായിട്ടാ ചോറ് വയ്ക്കാനുള്ള സമയമില്ലായി. അപ്പോൾ ബിരിയാണി ഇങ്ങനെ സെർവ് ചെയ്യലാണ്. അപ്പോൾ ആ ചെമ്മീൻ മസാല ഇടാം, എന്നിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ചോറിടുന്നത്. നമ്മളെ കാസർഗോഡ് ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് സെർവ് ചെയ്യുക. കണ്ണൂർ ഭാഗത്ത് വേറെ തന്നെയല്ലേ, രണ്ടും മിക്സ് ആക്കിയിട്ട് അങ്ങനെയല്ലേ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതാ എല്ലാം സെറ്റാക്കി ചോറ് വയ്ക്കാനുള്ള പരിപാടി. എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു എന്താണ് ലഞ്ച്. ഇനിയില്ലേ നമുക്ക് എൻ്റെ പ്ലേറ്റിലോട്ട് എങ്ങനെയാണ് സെർവ് ചെയ്തിട്ട് ചോറ് വയ്ക്കുന്ന ആ ഒരു സീന് നമുക്ക് കാണാം. വേറെ ഒന്നും ഷൂട്ട് ചെയ്യാനില്ലല്ലോ, അപ്പോൾ അത് നമുക്ക് കാണാം. ചിക്കൻ പൊരിച്ചെടുക്കുക, പ്ലേറ്റിൽ വെക്കുക. പിന്നെ ചെമ്മീൻ മസാല ഉണ്ടായിന് പ്ലേറ്റിൽ, അതിൻ്റെ മുകളിൽ കുറച്ച് ചോറിടാം. ഇതാ ഇങ്ങനെ. പിന്നെ കുറച്ച് നൂഡിൽസ് ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സാലഡ് ഒഴിച്ച് ഇനി നമുക്ക് ചോറ് കുഴച്ച് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനല്ല, ചെമ്മീൻ മസാലയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് പായസം ഉണ്ടായിരുന്നു കേട്ടോ, സേമിയ പായസം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് സേമിയ പായസം ഒന്നും പറയില്ല, സേമിയ എന്നാണ് പറയാം. അപ്പോൾ സേമിയ പായസമെല്ലാം കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും പിന്നെ ചായ കുടിക്കുന്ന സമയമായിട്ടാണ്. അങ്ങനെ ആ ചായ അടിക്കാനും വേണ്ടിയിട്ടെല്ലാം സെറ്റാക്കി വെച്ച് കൽമാസ് ഉണ്ടായിന്, പിന്നെ പുഴുങ്ങിയ മുട്ട, പിന്നെ ബിസ്ക്കറ്റ്. ചായ കുടിക്കുമ്പോൾ ബിസ്ക്കറ്റ് ഒരു മസ്റ്റായിട്ടുള്ള ഒരു ഐറ്റമാണല്ലോ. നമ്മളിലെ ഫേസ് റിവീൽ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റാത്ത ഒരേ വീഡിയോസായിട്ട് വരുന്നത്.